മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസ് ആണ്. സോ ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഒരു ക്വിസ് ആണ്. ക്വിസ് എന്നൊന്നും കേൾക്കുമ്പോഴത്തേക്ക് ഓടി പോകാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ പേഴ്സണൽ വൊക്കാബുലറി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇത്രയും കാലം കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ട് അല്ലേ, ഈ വേർഡ്സ് വെച്ചിട്ടുള്ള ചെറിയൊരു ഗെയിമാണ്. ചിലപ്പോൾ അതായത് നിങ്ങൾക്ക് അറിയാത്ത ചില പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ക്വിസാണ് മിസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്നെങ്കിൽ ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്തൊന്ന് റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പം മിസ് ഓരോ ക്വസ്റ്റൻ ആയിട്ട് കാണിച്ചു തരും. ആ ക്വസ്റ്റൻ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ടൈം തരും. ഞാൻ ആ ടൈമിനിടക്ക് നിങ്ങൾ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അതായത് MCQ പോലെയാണ്, ABCD ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് തോന്നുന്നത് അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മുടെ ഈ ആൻസേഴ്സ് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഒത്തുവെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, നമ്മളുടെ ഒരു ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ കമന്റ്സ് ആയിട്ട്. ഓക്കെ, അപ്പം ഫ്രണ്ട്സിന് കാഴ്ച കൊടുക്കാം കേട്ടോ. കാരണം ചാലഞ്ച് പോലെ നിങ്ങൾക്ക് എത്ര കിട്ടി, എനിക്ക് ഇത്രയും ഉണ്ട് എന്നുള്ളത് പോലെ ഒരു ചാലഞ്ച് പോലെ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഗെയിമാണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മിസ് ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ? അത്രയൊക്കെ മതി, നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ? പിക്ക് ദ വേർഡ് ദാറ്റ് ഇസ് നോട്ട് എ നൗൺ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോട്ട് എ നൗൺ അല്ലെ, നൗൺ അല്ലാത്ത വേർഡ്സ് എന്നുള്ളതാണ് കേട്ടോ. സോ ഓപ്ഷൻ എ മാംഗോ, ബി റൺ, സി സ്കൂൾ, ഡി റിവർ. ഇത് ഏതായിരിക്കും? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പം നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാണ് നമ്മുടെ നോട്ട് എ നൗൺ അല്ലെ, ഒരു നൗൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരെ ഏതാണ്? റൺ ആണ് കേട്ടോ. റൺ ആണ് നൗൺ അല്ലാത്തത്. മാംഗോ, മാംഗോ എന്ന് പറഞ്ഞ ഒരു തിങ് അല്ലേ. നമ്മൾ പൊതുവെ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങളാണ് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു സാധനം എന്നുള്ളതിനാണ് അല്ലെ. നെയിം, പ്ലേസ്, ആനിമൽ, തിങ് എന്നൊക്കെ പറഞ്ഞതല്ലേ നമ്മൾ നൗൺ എന്ന് പറയുന്നത്. സോ മാംഗോ ആണെങ്കിൽ അതൊരു നൗൺ ആണ്. സ്കൂൾ ഒരു പ്ലേസ് ആണ്. റിവർ അല്ലെ, പുഴ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു സാധനമാണ് അല്ലെ, അപ്പം അല്ലെങ്കിൽ ഒരു കാര്യമാണല്ലോ. സോ ഇവിടെ റൺ എന്നുള്ളത് എന്താണ്? ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ, ഒരു പ്രവൃത്തിയാണ് റൺ എന്നുള്ളത്. സോ ഇവിടെ റണ്ണ് ശരിക്കും എന്താണ്? റൺ എന്താണ് മക്കളെ? റൺ ഒരു വേർബ് ആണ് അല്ലെ. റൺ ഒരു വേർബ് ആണ്. റൺ ഒരു വേർബ് ആണ്. ആൻഡ് ബാക്കിയെല്ലാം മാംഗോ, സ്കൂൾ, റിവർ എന്നുള്ളതൊക്കെ നൗൺ ആണ്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻ എ സിമിലി? ഏത് സെന്റൻസിലാണ് ഒരു സിമിലി ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, her smile was as bright as the sun, the leaves danced in the wind, time flew quickly. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഒന്ന് വേഗം പറഞ്ഞേ, കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നുണ്ടാവുക? യെസ്, നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതാണ്? ഹർ സ്മൈൽ വാസ്. നമുക്കറിയാലോ, ഒരു സിമിലി എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളൊരു സിമിലി എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? അതായത് ഒരു ആസ് ഓർ ഈ കളറല്ല, വേറെ കളർ എടുക്കാം. യെസ്, ആസ് ഓർ ലൈക്ക് വെച്ചുള്ള ഒരു കമ്പാരിസണെയാണ് അല്ലെ. രണ്ട് സാധനങ്ങളെ തമ്മിൽ ആസ് ഓർ ലൈക്ക് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സിമിലി എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ കഴിയുന്നത് ഏതാണെടാ? യെസ്, ദാ ഈ കാണുന്ന her smile was as bright as the sun അല്ലെ. ഓപ്ഷൻ ബി ആണ്. her smile was as bright as the sun ആണ് അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്, ഇതിനകത്ത് the world is a stage അല്ലെ, ലോകം ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. the world is a stage, വില്യം ഷേക്സ്പിയറിന്റെ അല്ലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതാണല്ലേ, the world is a stage and all men and women the actors എന്നുള്ളത്. സോ the world is a stage, അവിടെ ലോകത്തിനെ ഒരു സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. പക്ഷെ
അവിടെ ആസ് ഓർ ലൈക്കോ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ഒരു മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മെറ്റഫർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. അല്ലെ, ദ ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. ഈ ഡാൻസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റി അല്ലേ? അങ്ങനെ ഒരു ഹ്യൂമൻ ക്വാളിറ്റീനെ ഇനാനിമേറ്റ് ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് അല്ലാത്തതിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ, ഹ്യൂമൻ ക്വാളിറ്റീസ് ഹ്യൂമൻ ബീങ്സ് അല്ലാത്തതിന് നമ്മൾ ചാർത്തി കൊടുക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ കുട്ടികളെ പറയാ? പെർസോണിഫിക്കേഷൻ. എന്താണ്? പെർസോണിഫിക്കേഷൻ അല്ലെ? അവിടെ ഒരു അതിന് പേഴ്സണിന്റെ ക്വാളിറ്റി കൊടുക്കാണല്ലേ. ഈ ഡാൻസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരുടെ ഒരു ക്വാളിറ്റി ആണല്ലോ. സോ ആ ഒരു ക്വാളിറ്റി ഒരു എന്താ പറയാ, മനുഷ്യനല്ലാത്തൊരു സാധനം, ഇവിടെ ലീവ്സിനെയാണ് അങ്ങനെ ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റനിൽ നിങ്ങൾ കണ്ടോ, മെറ്റഫറും സിമിലിയും പെർസോണിഫിക്കേഷനും പഠിച്ചു. അപ്പൊ നമ്മൾ കണ്ടോ, ഈ ഒരു 2 ക്വസ്റ്റൻസിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റൻ ഇതാണ്, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഡാഷ് ടീ എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ട്. അപ്പം അതിന് ഡ്രിങ്ക് ആണോ, ഡ്രിങ്ക്സ് ആണോ, ഡ്രിങ്കിങ് ആണോ, ഡ്രാങ്ക് ആണോ വരിക? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആൻസർ? ഏതാണ് പറഞ്ഞ കുട്ടികളെ? യെസ്, നമ്മുടെ കറക്റ്റ് ആൻസർ ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. ഇത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് മക്കളെ, നമ്മൾക്ക് ഈ ഒരു കാര്യം അറിയില്ലേ, ഐ യു ദേ വി അല്ലെ? ഐ യു ദേ വി. അതുപോലെ തന്നെ ഹി ഷീ ഇറ്റ് അല്ലെ? ഈ ഐ യു ദേ വിനെയും അതേപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിനെ നമ്മൾ കൂട്ടാറുണ്ട്. ഹി ഷീ ഇറ്റിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സിനെയും കൂട്ടാറുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ അകത്ത് ഐ യു ദേ വി എന്നൊക്കെ വരുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ചേർക്കുക? എപ്പോഴും ആ ഒരു വേർബ് ഏതാണോ, വേർബിന്റെ റൂട്ട് ഫോം, അതായത് ഇപ്പൊ ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക് എന്നുള്ളത് മാത്രം ചേർത്താൽ മതി. അതായത് ഐ യു ദേ വി ഇവരുടെ കൂടെയൊക്കെ ഏതാണോ ആ ഒരു വേർബിന്റെ റൂട്ട് ഫോം, വേർബിന്റെ ഏറ്റവും ബേസിക് ഫോം തന്നെ നമ്മൾ അവിടെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. വേർബിന്റെ ബേസിക് ഫോമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. നേരെ മറിച്ച് ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വേർബ്സ് നൗൺസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ് എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇതിൽ നോക്കിയേ, ഈ എല്ലാ ദിവസവും നടക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിന് പ്രസന്റ് ടെൻസിൽ പറയാൻ വേണ്ടി കഴിയും കേട്ടോ. എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അതിന് പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പൊതുവെ പറയാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ അതിന്റെ മിസ് പറഞ്ഞല്ലോ ഓൾറെഡി ഐ യു ദേ വി ഇത് ഏതെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ ബേസ് ഫോം, വേർബിന്റെ ബേസ് ഫോമേ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡ്രിങ്ക്സ് എപ്പോഴാ വരിക? അവിടെ ഹി ഡ്രിങ്ക്സ്, ഷീ ഡ്രിങ്ക്സ്, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോഴാണ് നമ്മൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുക. ഇനി ഡ്രിങ്കിങ് എന്ന് പറയും, അതെപ്പോഴാണ്? അത് കണ്ടിന്യൂസ് ആവുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ആം എന്നവിടെ വരണമായിരുന്നു. ഐ ആം ഡ്രിങ്കിങ് ടീ അല്ലെ? അതായത് ഐ ആം ഡ്രിങ്കിങ് ടീ റൈറ്റ് നൗ അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ടീ റൈറ്റ് നൗ. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിന് എവറി മോർണിംഗ് വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എവറി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? പിന്നെ ഡ്രാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അത് അതിന്റെ പാസ്റ്റ് ഫോം ആണ് അല്ലെ? ഡ്രാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ഫോം ആണ്. സോ നമ്മുടെ കറക്റ്റ് ഫോം ഏതാണ് അവിടെ വരിക? ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾക്ക് എത്ര പേർക്ക് ശരിയായി കിട്ടിയെന്നുള്ളത് മിസ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയണേ. ദെൻ ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരികയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ BEAUTIFULL, BEAUTIFUL. ഇതിൽ ഏതാണ് ബ്യൂട്ടിഫുളിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കറക്റ്റ് ആൻസർ ഏതാണടാ?
BEAUTIFUL ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിചാരിക്കണം മിസ് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേന്ന്. പക്ഷേ ബ്യൂട്ടിഫുളിന്റെ സ്പെല്ലിംഗ് പലർക്കും തെറ്റാറുണ്ട്. ഇപ്പോഴും FULL എഴുതി വെക്കുന്ന ആൾക്കാരെ കാണാം. ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഇങ്ങനെ എഴുതി വെക്കുന്ന കുട്ടികളെ വരെ മിസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദ സിനോണിം ഓഫ് സ്റ്റാർട്ട്. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, മിസ്സേ എന്താണ് ഈ സിനോണിം എന്ന് പറഞ്ഞാൽ? സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ് ആണ് കേട്ടോ. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ മീനിങ്, അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്നത്, സമാനാർത്ഥം എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ സിനോണിം എന്ന് പറയാം കേട്ടോ. സോ സ്റ്റാർട്ടിന്റെ സിനോണിം ഏതാണ്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. തുടങ്ങുക എന്നുള്ളതിന്റെ ഒരേ മീനിങ് വരുന്ന ഏതാണ്? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നുള്ളതാണ്. ബിഗിൻ അല്ലെ, ബിഗിൻ, വെയിറ്റ്, എൻഡ്. സോ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഏതാ വരിക മക്കളെ? യെസ്, ബിഗിൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ. സോ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ മീനിങ് വരുന്നത്, സമാന അർത്ഥം വരുന്നത് എന്നുള്ളതാണ് സിനോണിം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി യെസ്, അപ്പൊ അത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി ആന്റണിം ഓഫ് ഏൻഷ്യന്റ്. നമ്മൾ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? സിമിലർ മീനിങ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ആന്റണിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്നുള്ളതായിരിക്കും കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്നുള്ളതാണ്. സോ ഏൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഏൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനമായത് അല്ലെങ്കിൽ പഴയത് അല്ലെ, നമ്മുടെ പൂർവികമായത് എന്നുള്ളതൊക്കെ പറഞ്ഞതിനാണ് നമ്മൾ ഏൻഷ്യന്റ് എന്ന് പറയാം. സോ ഏൻഷ്യന്റിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇവിടെ നോക്കിയേ, ഓൾഡ്, മോഡേൺ, ആന്റീക്, ന്യൂ. സോ ഏൻഷ്യന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വരാൻ ചാൻസ് ഉള്ളത് ഏതായിരിക്കും? കുറെ പേര് ന്യൂ ഒക്കെ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേം ഏതാണ്? മോഡേൺ ആണ് കേട്ടോ. ഏൻഷ്യന്റ് ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി എന്ന് കേട്ടിട്ടില്ലേ? സോ ന്യൂ എന്നല്ല പറയാ, ന്യൂ അല്ലേ. ന്യൂവിന്റെ, അതായത് ന്യൂവിന്റെ ആന്റണിം ആണ് ഓൾഡ്. ഓക്കെ, ന്യൂവിന്റെ ആന്റണിം ആണ് ഓൾഡ്. ഓക്കെ, ന്യൂവിന്റെ ഓപ്പോസിറ്റ് ആണ് ഓൾഡ്. അപ്പം ആന്റണിം ഓഫ് ഏൻഷ്യന്റ് അല്ലെ, ഏൻഷ്യന്റ് എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മോഡേൺ ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ ശരിയായി കിട്ടിയോ അല്ലെങ്കിൽ തെറ്റിപ്പോയോ? ഓക്കെ, ഇനി നമ്മളുടെ 7ാമത്തെ ചോദ്യം നോക്കാം. യെസ്, നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ബ്ലാങ്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. മൈ ബ്രദർ ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ നൗ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. മൈ ബ്രദർ ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ നൗ. എന്റെ ബ്രദർ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സോ അവിടെ എന്തായിരിക്കും? ആർ ആണോ, വാസ് ആണോ, ആം ആണോ, അല്ലെങ്കിൽ ഇസ് ആണോ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കറക്റ്റ് ആൻസർ എന്താണ്? മൈ ബ്രദർ ഇസ് പ്ലേയിങ് ഫുട്ബോൾ നൗ. അതെന്താണ് അവിടെ മൈ ബ്രദർ ഇസ് പ്ലേയിങ് ഫുട്ബോൾ നൗ ആയത്? ഒന്നാമത്തെ കാര്യം അത് പ്രസന്റ് ടെൻസിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ, ദാ ഇവിടെ നോക്കിയിടാ, ഫുട്ബോൾ നൗ അല്ലെ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേയിങ് കണ്ടിന്യൂസ് ആണല്ലേ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈ ബ്രദർ എന്ന് പറയുമ്പം അതാരാണ്? സിംഗുലർ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സിംഗുലർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഐ, യു, ദേ, വി അല്ലെ, പിന്നെ ഹി, ഷീ, ഇറ്റ് നമുക്ക് എഴുതുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ് നമുക്ക് ആരുടെ കൂടെയൊക്കെ ചേർക്കുക? യു ആർ അല്ലെ. യു ആർ, വി ആർ, ദേ ആർ. യു ആർ, വി ആർ, ദേ ആർ. ഇവരുടെയൊക്കെ കൂടെ പ്രസന്റ് ടെൻസിൽ, ഓക്കെ, പ്രസന്റ് ടെൻസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, യു ദേവിയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ അല്ലെ, യു ദേവിയുടെ കൂടെ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എന്തിനെ ചേർക്കുന്നത്? ആറിനെ ചേർക്കുന്നത്. യു ദേവിയുടെ കൂടെ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ആറിനെ ചേർക്കുന്നത്. ഇനി ഐന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ആരെയാ ചേർക്കുക എന്നറിയോ? ആമിനെയാണ് ചേർക്കുക. ഐന്റെ കൂടെ പ്രസന്റ് ടെൻസിൽ ആരെയാ ചേർക്കുക? ആം ആണ് ചേർക്കുക കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വരിക. ഐ കഴിഞ്ഞിട്ടൊരു ഡാഷ് ആണെന്നുണ്ടെങ്കിൽ ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വരിക. പക്ഷെ ഇവിടെ ആം വരില്ല. കാരണം എന്താണ്? ഇവിടെ മൈ ബ്രദർ ആണല്ലോ, എന്റെ സഹോദരനാണ്. ആൻഡ് ഈ സഹോദരൻ സിംഗുലർ ആണല്ലോ. സോ അവനെ നമുക്ക് ഹി, ഷീ, ഇറ്റും അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വെർബ്സിന്റെ കൂടെ കൂട്ടാം അല്ലെ. അപ്പൊ ഇവരുടെ ഹി, ഷീ, ഇറ്റിന്റെ കൂടെയാണ് ആര് വരുന്നത്? നമ്മുടെ ഇസ് വരുന്നത്. ആരാണ്? ഇസ് വരിക കേട്ടോ. സോ പ്രസന്റ് ടെൻസിൽ ഹി, ഷീ, ഇറ്റിന്റെ കൂടെ നമ്മൾ ഇസ് ചേർക്കും. ഹി ഇസ്, ഷീ ഇസ്, it is, my brother is, my father is,
നേരെ മറിച്ചിട്ട് മൈ ബ്രദർ ആൻഡ് ഫാദർ ആർ എന്നാ പറയാ. കാരണം അവിടെ രണ്ടുപേരുണ്ട്. മൈ ബ്രദർ ആൻഡ് ഫാദർ ആർ എന്ന് പറയും, കാരണം അവിടെ രണ്ടുപേരുണ്ട്. ഓക്കെ, യു ദേ വി അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആരെയാണ് ചേർക്കുക? ആറ് ചേർക്കും. ഇവിടെ സിംഗുലർ ആണ് അല്ലെ, മൈ ബ്രദർ എന്ന് പറഞ്ഞ ഒറ്റയ്ക്കുള്ള ഒരാളാണ്. സോ അവന്റെ കൂടെ നമുക്ക് ഇസേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. സോ ആം എവിടെയാണ്? നമ്മൾ ഐന്റെ കൂടെ പ്രസന്റ് ടെൻസിലാണ് ആം ചേർക്കുന്നത്. ആർ എവിടെയാണ്? യു ദേവിയുടെ കൂടെ പ്രസന്റിലാണ് ആറ് ചേർക്കുന്നത്. ഇനി വാസിന് എവിടെയാ നമ്മൾ ചേർക്കുക? നമുക്കറിയാം അല്ലെ, വാസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത്? വാസ് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസിൽ നാം അല്ലെ, ഈ കാര്യത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കുമ്പോഴാണ് അത് വാസ് ആവുന്നത്. മൈ ബ്രദർ വാസ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഇവിടെ നൗ ഉണ്ട് അല്ലെ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അത് പ്രസന്റ് ആണല്ലോ. സോ വാസിന് അവിടെ ഒരു ചാൻസും ഇല്ല. നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇസ് ആണ് കറക്റ്റ് ആൻസർ വരിക. ആൻഡ് നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എട്ടാമത്തെ ചോദ്യം എന്താണ്? യെസ്, ചൂസ് ദി ആന്റണിം ഓഫ് ബ്രേവ്. അപ്പൊ ഓപ്പോസിറ്റ് വേർഡ് അല്ലെ, ബ്രേവിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കാനാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എന്താണ് ആന്റണിമിന്റെ ബ്രേവിന്റെ ആന്റണിം എന്തായിരിക്കും? ബ്രേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരൻ, ഭയങ്കര എന്താ പറയാ ധൈര്യശാലി എന്നുള്ളതാണ് അല്ലെ. സോ ബോൾഡ് എന്ന് പറഞ്ഞാലും ധൈര്യശാലി എന്നുള്ളതാണ്. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയില്ലാത്തത്. ഡെയറിംഗ് എന്ന് പറഞ്ഞാലും എന്തിനും ധൈര്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ളതാണ് നമ്മൾ ഡെയറിംഗ് സ്പിരിറ്റ് എന്നൊക്കെ പറയാം അല്ലെ. സോ കവേർഡ്ലി, കറക്റ്റ് ആൻസർ എന്താ വരിക? കവേർഡ്ലി ആണ് കേട്ടോ. കവേർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീരു എന്നുള്ളതാണ് കേട്ടോ. സോ ബ്രേവിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കവേർഡ്ലി കേട്ടോ. കവേർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീരു, പേടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഭീരു എന്നുള്ളതാണ് കവേർഡ്ലി എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതും നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഇനി നമ്മൾ നമ്മുടെ 9th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് ആയിട്ട് സ്പെൽ ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളതാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ടി വരും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? മിസ് ഇവിടെ എഴുതി തരാം. RECEIVE. ഓക്കെ, RECEIVE ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ്. ഇത് എത്ര പേർക്ക് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് ഭയങ്കരമായിട്ടും തെറ്റിപ്പോകുന്ന ഒരു സ്പെല്ലിംഗ് ആണ് ഈ റിസീവിൻ്റെത് കേട്ടോ. ഇവിടെ ദാ ഇതൊക്കെ കാണാം കുട്ടികളുടെ ആൻസർ ഷീറ്റിൽ. അതേപോലെ തന്നെ റിസീവ്, ഇങ്ങനെയെല്ലാം കാണാം. അപ്പം ഓർത്ത് വെക്കാം. RECEIVE. ഒരു സ്പെല്ലിംഗ് പഠിച്ചില്ലേ? അറിയാത്തവർ ഒരു സ്പെല്ലിംഗ് പഠിച്ചില്ലേ? റിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈപ്പറ്റുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ റിസീവ് എന്ന് പറയാം അല്ലെ. യെസ്. ദെൻ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. വിച്ച് കളക്റ്റീവ് നൗൺ ഇസ് യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്? എന്താണ് ഇതിന്റെ ആൻസർ? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത്. ഞാൻ ആൻസർ പറഞ്ഞുതരാം, എന്നാൽ ഇപ്പോഴേ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. ഇത് എത്ര പേർക്ക് അറിയും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. The collective noun is used for a group of fish. ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷിന് എന്താ പറയാ? സ്വാം, സ്കൂൾ, ഹേർഡ്, കോയർ. എന്തായിരിക്കും പറയുന്നുണ്ടാവുക? യെസ്, അപ്പം നിങ്ങൾ കമന്റ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. എടാ, ഒരു മീനിന്റെ കൂട്ടത്തിന് നമ്മളൊരു സ്കൂൾ എന്നാണ് പറയാ കേട്ടോ. മീനിന്റെ കൂട്ടത്തിന് എന്താ പറയാ? സ്കൂൾ എന്നാ പറയാ. ഓക്കെ, ഈ സ്വാം എന്ന് പറഞ്ഞാല് ഫ്ലൈസിന്റെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ സ്വാം എന്ന് പറയാം. ഹേർഡ് എന്ന് പറഞ്ഞാല് കാറ്റൽ, ഓക്കെ, പശു, കന്നുകാലിയുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കാറ്റൽ എന്ന് പറയാം. ആൻഡ് കോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസിനെയാണ് നമ്മൾ കോയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ ആണ് എന്ത്? ഒരു കൂട്ടം മീനുകളെ, ഒരു കൂട്ടം ഫിഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയുന്നത്? യെസ്, ഈ സ്കൂൾ എന്ന് പറയുന്നത്. സോ ആ സ്കൂള് എത്ര പേർക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആൻസേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പായിട്ടും താഴെ നിന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് നിങ്ങൾക്ക് എത്ര മാർക്കാണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ആൻസർ തെറ്റിപ്പോയി എന്നുള്ളത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ഇതേപോലത്തെ ക്വിസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ പുതിയ പ്രീ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന മിസ് വിചാരിക്കുകയാണ്. സോ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് ഇപ്പോൾ ഓൺ ആണ്. അതിന്റെ എന്താ പറയാ, ഓഫേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. October 20th നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് October 20th. ഓക്കെ, October 23rd വരെയാണ് നമ്മുടെ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പ്രീ ബൂസ്റ്റർ ബാച്ചിന്റെ എങ്ങനെയാണ് അതിൽ അഡ്മിഷൻ എടുക്കാനുള്ള അതിന്റെ ഒരു ഗൂഗിൾ ഫോം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങളൊന്ന് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്തൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് അതിനകത്ത് ജോയിൻ ചെയ്ത് വെക്കുക മക്കളെ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക
പറയുക, ഈ ഒരു വർഷം അതായത് നിങ്ങൾക്ക് അക്കാഡമിക്കലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾ എന്തെല്ലാം വേണോ അതൊക്കെ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുതെന്നും കൂടെ പറഞ്ഞുകൊണ്ട് മിസ് തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.